വനമേഖലയിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ആരാണ് ഉണ്ടാക്കിയത്? വന്യജീവികൾ കൂട്ടത്തോടെ നാട്ടിലിറങ്ങുകയും വന്യജീവി ആക്രമണങ്ങളിൽ മനുഷ്യർ കൊല്ലപ്പെടുന്നതും നിത്യസംഭവമായി നാട്ടിൽ മാറിയിരിക്കുകയാണ്. ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മന്ത്രിയാക്കിയതുകൊണ്ട് മാത്രം ആദിവാസികൾക്ക് ക്ഷേമം ഉണ്ടാകണമെന്നില്ല. വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിരവധി ആദിവാസികൾ ഇതിനോടകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. തീരെ സുരക്ഷിതമല്ലാത്തൊരവസ്ഥയാണ് സംസ്ഥാനത്തെ ആദിവാസി വിഭാഗത്തിനുള്ളത്. വന്യജീവികളെ നിയന്ത്രിക്കുന്നതിൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിലുണ്ടായ അപാകതകളാണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണമായതെന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ വകുപ്പ് മന്ത്രിക്ക് മാത്രം ഇതൊന്നും അറിയില്ല. NCP മന്ത്രി മാറണോ വേണ്ടയോ എന്ന ചർച്ചയ്ക്കിടയിൽ വനം വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് മാത്രം മന്ത്രി ശശീന്ദ്രന് അറിയില്ല. കടുവ, പുലി, കാട്ടാന, കാട്ടുപോത്ത് തുടങ്ങിയ മൃഗങ്ങളെയൊന്നുമല്ലെങ്കിലും നമ്മുടെ NCP മന്ത്രിക്ക് അറിയില്ല. അദ്ദേഹത്തിന് ആകെ അറിയാവുന്നത് വെറും പൂച്ചക്കുഞ്ഞുങ്ങളെ മാത്രം. പാവം. വനം വകുപ്പിന് വന്യമൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ അധികാരമില്ലെന്നും അത് കേന്ദ്രത്തിന്റെ പക്കലാണ് നിയമമുള്ളതോ എന്നുമാണ് മന്ത്രി ഓരോ സംഭവങ്ങൾക്ക് ശേഷവും പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം വയനാട്ടിൽ മാനന്തവാടിയിലുണ്ടായ കടുവയുടെ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തോടെ അതിൽ മാറ്റം വന്നു. നരഭോജി കടുവയെ വെടിവെച്ചു കൊല്ലാൻ വനം വകുപ്പ് ഉത്തരവിട്ടിരിക്കുകയാണ്. അപ്പോ ഈ നിയമം എങ്ങനെ വന്നു? നരഭോജി ആയതിനാൽ വെടിവെച്ച് കൊല്ലാമെന്ന വകുപ്പാണ് മന്ത്രിയെ തൽക്കാലം രക്ഷിച്ചത്. പക്ഷേ എന്നും കേന്ദ്രത്തെ പഴിച്ച് നിയമത്തെ പഴിച്ച് രക്ഷപ്പെടുന്ന വനം മന്ത്രിക്ക് ഇത്തവണ ജനരോക്ഷത്തിൽ ഒന്ന് തഴയേണ്ടി വന്നു. ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടും ഭീതിയുമാണ് വന്യമൃഗശല്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്ന് മന്ത്രിയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. മന്ത്രിക്ക് ആകെയുണ്ടായിരുന്ന ശല്യം തോമസ് കെ തോമസും NCP സംസ്ഥാന അധ്യക്ഷൻ PC ചാക്കോയുമായിരുന്നു. ദന്തഗോപുരവാസിയായ മന്ത്രിക്ക് ഒരു വന്യമൃഗത്തിന്റെയും ശല്യം ഉണ്ടാകില്ല. പക്ഷേ അങ്ങനെയല്ലല്ലോ ഹിൽ സ്റ്റേഷനിൽ കഴിയുന്ന സാധാരണ തൊഴിലാളികൾക്ക്. രാപ്പകൽ അധ്വാനിച്ച് ജീവിതം തള്ളി നീക്കുന്ന തൊഴിലാളികളാണ് വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. കഴിഞ്ഞ വർഷം വയനാട്ടിൽ 2 കാട്ടാനാക്രമണത്തിൽ കുടുംബനാഥന്മാരാണ് കൊല്ലപ്പെട്ടത്. വലിയ ജനരോക്ഷമാണ് ഈ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായത്. നിലമ്പൂരിൽ ഈ മാസം 2 പേർ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കോതമംഗലത്തും ഇതുപോലെ കാട്ടാനയാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതും വനം വകുപ്പിനെതിരെ അതിരൂക്ഷമായ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. കഴിഞ്ഞ വർഷം മാത്രം സംസ്ഥാനത്ത് 74 പേരാണ് കൊല്ലപ്പെട്ടത്. നശിക്കപ്പെട്ട കാർഷികോൽപ്പന്നങ്ങളുടെ അളവ് ഇതുവരെ ആരും പ്രസിദ്ധപ്പെടുത്തിയിട്ടില്ല. തൊട്ടുമുമ്പ് വർഷങ്ങളിൽ നിന്ന് കുറവാണ് എന്ന് മാത്രം അധികാരികൾ കണ്ടെത്തിയിരുന്നു. എന്താണ് കാട്ടാനാക്രമണത്തെയും മറ്റ് വന്യജീവികളുടെ ആക്രമണത്തെയും ചെറുക്കാനുള്ള മാർഗമെന്ന് വനം വകുപ്പ് ഉടൻ കണ്ടെത്തണം. ജനങ്ങൾക്ക് നാട്ടിൽ ജീവിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടണം. വനം മന്ത്രിക്ക് ഇതൊന്നും വലിയ വിഷയമായി ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാകില്ല. കാരണം വെളിവും വെള്ളിയാഴ്ചയുമില്ലാത്ത ഒരാളാണ് വനം മന്ത്രി എന്ന് എല്ലാവർക്കും അറിയാം. മുഖ്യമന്ത്രിയുടെ ഗുഡ് ബുക്കിൽ ഇടമുള്ളത് കൊണ്ട് മാത്രം നല്ല മന്ത്രിയാകില്ല. വകുപ്പിൽ എന്താണ് നടക്കുന്നതെന്ന് പോലും അറിയാത്ത ഇത്തരം മന്ത്രിമാരെ വെച്ചാണ് ഞാൻ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് മുഖ്യമന്ത്രി ജനങ്ങളോട് ഏറ്റുപറയണം. വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പാവപ്പെട്ട തൊഴിലാളികൾക്ക് ഈ നാട്ടിൽ മരണഭയമില്ലാതെ ജീവിക്കാനുള്ള വഴി എന്തെന്ന് മുഖ്യൻ പറഞ്ഞേ പറ്റൂ. AK ശശീന്ദ്രനെ പോലുള്ള വെളിവില്ലാത്ത മന്ത്രിമാരെ മാറ്റി കാര്യശേഷിയുള്ള ഒരാൾ ഈ വകുപ്പ് ഏറ്റെടുക്കണം. ശശീന്ദ്രന് സൗകര്യങ്ങളൊക്കെ നിലനിർത്തി കടന്നപ്പള്ളി രാമചന്ദ്രനെ പോലെ വകുപ്പില്ലാ മന്ത്രിയാക്കി നിലനിർത്തിക്കോ. നികുതിപ്പണം ഉപയോഗിച്ച് ഇവരെയൊക്കെ തീറ്റിപ്പോറ്റാനുള്ള ബാധ്യത സമൂഹത്തിന് ഉണ്ടോ എന്ന ചോദ്യവും ഇടയ്ക്കിടക്ക് സ്വയം ചോദിക്കുകയും വേണം. വനം വകുപ്പിന്റെ വികലമായ നയമാണ് വന്യമൃഗങ്ങൾ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങുന്നതും നിരവധി പേർക്ക് ദുരന്തം വിതയ്ക്കുന്നതും. കാട് വന്യജീവികൾക്ക് അന്യസ്ഥലമായിക്കൊണ്ടിരിക്കുകയാണ്. കുടിവെള്ള സ്രോതസ്സുകൾ എന്തുകൊണ്ടാണ് വറ്റിയതെന്ന് വനം വകുപ്പ് വ്യക്തമാക്കണം. മഴക്കുഴികൾ കുത്തിയും അക്വേഷ്യ വെച്ച് പിടിപ്പിച്ചതും അടിക്കാടുകൾ നശിപ്പിക്കാൻ കാരണമായിരിക്കുകയാണ്. കാട്ടിൽ വന്യജീവികൾക്ക് ആഹാരമില്ല, കുടിവെള്ളമില്ല. അതിനുള്ള പോംവഴിയാണ് അടിയന്തരമായി കണ്ടെത്തേണ്ടത്. മയക്കുവെടിയുമായി നടക്കേണ്ട ഗതികേട് വികലമായ വനനയം മൂലം ഉണ്ടായിരിക്കുകയാണ്. ഒന്നും മനസ്സിലാകാതെ എന്തൊക്കെയോ ജൽപ്പനവുമായി കഴിയുന്ന ഈ വനം മന്ത്രിയെ മയക്കുവെടി വെച്ച് ഒരു മൂലക്കിരുത്തി ഗൗരവത്തോടെ കാര്യങ്ങളിൽ ഇടപെടുക. എങ്കിൽ മാത്രമേ ഇത്തരം വിഷയങ്ങളിൽ ശാശ്വത പരിഹാരം ഉണ്ടാവുകയുള്ളൂ.